ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2016 ഒരു ഹൊറർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി അതർ സൈഡ് ഓഫ് ദ ഡോർ എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു മൂവി കുറേ നാളുകൾക്ക് മുന്നേ ഒരാൾ റെക്കമെൻഡ് ചെയ്തിരുന്നു. അതും 1-2 തവണ അടുപ്പിച്ച് തന്നെ ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ അന്ന് ഈ ഒരു മൂവി ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ആ മൂവി അന്ന് തന്നെ ഞാൻ കണ്ടിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചു. പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് റെക്കോർഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്തായാലും ഇന്ന് ഈ മൂവി ഞാൻ ചെയ്യാമെന്ന് വെച്ചു. അന്ന് കമന്റ് ചെയ്തത് ആരാണെന്ന് അറിയത്തില്ല. അത് ഫസ്റ്റ് ചാനലാണോ സെക്കൻഡ് ചാനലാണോ എന്ന് അറിയത്തില്ല. അതാരായാലും ഈ വീഡിയോ കാണുവാണെങ്കിൽ ഇതിനടിയിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പോൾ ഈ മൂവിക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ ഈ മൂവി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ കഥയുടെ തുടക്കത്തിൽ നമ്മുടെ ഇന്ത്യ ഉണ്ടല്ലോ, ഇന്ത്യയിലെ മുംബൈയിലെ ഒരു തെരുവാണ് കാണിക്കുന്നത്. ആ തെരുവിനുള്ള ഒരു ചായക്കടയിൽ രണ്ടുപേരും ഒന്ന് സംസാരിക്കുന്നുണ്ട്. അവരാണ് ഈ കഥയിലെ നായകനും നായികയും. നമ്മുടെ ഹീറോയിന്റെ പേര് മറിയ, ഹീറോയുടെ പേര് മൈക്കിൾ. അങ്ങനെ രണ്ടുപേരും അവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്താണ് മറിയ അവനോടൊരു ഗുഡ് ന്യൂസ് പറയുന്നത്. വേറെ ഒന്നുമല്ല, അവൾ പ്രഗ്നന്റ് ആണ്. അങ്ങനെ ഈ ഒരു കാര്യം അറിയുന്നതും ആ സന്തോഷത്തിലെ രണ്ടുപേരും അവിടെയുള്ള കടൽ തീരത്തോടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് ഒരു ചെറിയ കുട്ടി. അങ്ങനെ ആ കുട്ടിയെ കാണുന്നത് നമ്മുടെ ഹീറോ അവളോട് ഹിന്ദിയിൽ എന്തോ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഹീറോയ്ക്ക് നല്ലതുപോലെ ഹിന്ദി അറിയാം. അപ്പോഴാണ് ഹീറോയിനോട് ചോദിക്കുന്നത്, ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു കുട്ടിയെ പ്രസവിച്ചതിന് ശേഷം ഇന്ത്യയിൽ തന്നെ താമസാക്കിയാലോ എന്ന് ചോദിക്കുന്നതും ആ ഒരു കുട്ടിയുണ്ടല്ലോ അവിടെ നിന്നാ അത് പെട്ടെന്ന് ഇവിടെ നേരെ കൈ ചൂണ്ടിയിട്ട് അതിന്റെ മുഖമെല്ലാം മാറുകയാണ്. പിന്നീടാണ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ മറിയ ഇത് സ്വപ്നം കണ്ടതാണ്. ഇപ്പൊ ഇവര് ബീച്ചിൽ ആ ഒരു കുട്ടിയോട് സംസാരിച്ചല്ലോ, അത് കഴിഞ്ഞിട്ട് ഏകദേശം 6 വർഷം കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസമാണ് ഹീറോയിൻ ഇപ്പോൾ സ്വപ്നം കണ്ട് ഈ കണ്ണു തുറക്കുന്നത്. എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മുടെ മൈക്കിളിനെ, നിനക്ക് മാത്രം എങ്ങനെയാ നല്ലതുപോലെ ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ കഴിയുന്നത് എന്നെല്ലാം ചോദിച്ച് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ക്യാമറ അവിടെ ഒരു ഫോട്ടോയിലേക്ക് കാണിക്കുമ്പോഴത്തേക്കും ഇവർക്ക് രണ്ടുപേർക്കും 2 കുട്ടികളുണ്ട്. ഒലിവർ, അതേപോലെ തന്നെ ലൂസി. ഈ 6 വർഷത്തിനിടയിൽ ഇവരുടെ ജീവിതം ഇന്ത്യയിലെ നല്ലതുപോലെ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും കാണിക്കുമ്പോഴത്തേക്കും ഈ കുട്ടികളിലെ ഒരു പെൺകുട്ടിയുണ്ടല്ലോ ലൂസി, അവള് മാത്രമേ ഇപ്പൊ ഈ വീട്ടിലുള്ളൂ. അവരുടെ പയ്യൻ ഒരിക്കലും കൂടെ ഇല്ല. എന്തോ ഒരു കാര്യം അവന് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ആ വിഷമത്തിലിരിക്കുന്ന നമ്മുടെ ഹീറോയിനെ ഈ വീട്ടിലൊരു ജോലിക്കാരിയുണ്ട്, അവള് നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അവരെന്തായാലും ഇന്ത്യക്കാരി തന്നെയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൈക്കിള് ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഈ ജോലിക്കാരി ഇവിടെ നിൽക്കുന്നു. ലൂസി എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും മോള് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മറിയ, മേഡം നേരത്തെ തന്നെ കിടന്നു എന്ന് പറയുമ്പോൾ മൈക്കിൾ നേരെ മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്ക് അവൾ നല്ല ഉറക്കം. ഓക്കെ, എന്തായാലും ഇന്നലെ രാത്രി നല്ലപോലെ ഉറങ്ങിയില്ലല്ലോ, കിടന്ന് ഉറങ്ങട്ടെ എന്നും പറഞ്ഞിട്ട് അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതൊന്നുമല്ല, അവളെന്തോ മരുന്നൊക്കെ വാരി കഴിച്ചിട്ട് മരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബോധമില്ലാതെ കിടക്കാണ്. അങ്ങനെ ഉടനെ തന്നെ ആംബുലൻസ് വിളിച്ച് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് ഇതിനു മുന്നേ അവരുടെ മകൻ ഒലിവറിന് എന്താണ് സംഭവിച്ചെന്ന് കാണിച്ചിരുന്നത്. ഹീറോയിൻ ഇതുപോലെ 2 കുട്ടികളെയും കൊണ്ട് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാലത്തിന്റെ മുകളിൽ നിന്ന് ഇവർ നേരെ താഴേക്ക് വീണു. അങ്ങനെ വണ്ടി വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോകുന്നതും ഒലിവറിന്റെ കാല് സീറ്റിനടിയിൽ പെട്ടുപോയി. ലൂസി ആണെങ്കിലോ ബോധമില്ലാതെ കിടക്കുമായിരുന്നു. അങ്ങനെ മറിയ ഒലിവറിനോട് പറയുന്നുണ്ട് നിന്റെ കാലെടുക്കാനായിട്ട്, പക്ഷെ അവനെ കൊണ്ട് കഴിയുന്നില്ല. വണ്ടിയും പതിയെ പതിയെ വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോകുന്നു. ലൂസിക്കാണെങ്കിലും ബോധമില്ല. ഒലിവർ ഇപ്പോൾ കരയാൻ തുടങ്ങുന്നു. അമ്മ പോയതെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അവളെ കൊണ്ട് കഴിയത്തില്ല. കാരണം ഒരാളെങ്കിലും രക്ഷിച്ചല്ലേ മതിയാവൂ. ഇപ്പൊ പകുതി വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ആ ചെറിയ ഗ്യാപ്പിൽ അവർ ശ്വാസം എടുത്ത അവസാനം ഒലിവറിന് ശ്വാസം കിട്ടാതെ അവൻ മരിക്കുകയാണ്. അപ്പൊ അവനോട് ഹീറോയിൻ അവന്റെ തലമുടിയിൽ തൊട്ടിട്ട് എന്നോട് ക്ഷമിക്കുമോനെ എന്ന് പറഞ്ഞ് ലൂസിനെ മാത്രം ആ ഒരു കാറിൽ നിന്നും വെളിയിലേക്ക് കൊണ്ടുവരും. അങ്ങനെ മുകളിലേക്ക് വരുമ്പോൾ ആ ഒരു നാട്ടിലുള്ള എല്ലാവരും രക്ഷയ്ക്കായിട്ട് ഓടി വരുന്നുണ്ട്. അങ്ങനെ ലൂസി അവരെ കയ്യിൽ കൊടുത്തിട്ട് എന്റെ മകൻ കാറിനകത്താണെന്ന് പറഞ്ഞ് വീണ്ടും ചാടാനായിട്ട് പോകുമ്പോൾ ഇല്ല, നിങ്ങൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകുമെന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് കൊണ്ടുപോവാണ്. അപ്പൊ ഈ കാര്യമാണ് ഇതിനു മുന്നേ സംഭവിച്ചത്. അപ്പൊ ആ ഒരു ഡിപ്രഷനിലാണ് ഹീറോയിൻ ഇത്രയും നാളും കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് മരുന്ന് കഴിച്ചിട്ട് അവൾ ആത്മഹത്യയെ ശ്രമിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞ് ഡോക്ടർ മൈക്കിളിന്റെ അടുത്തേക്ക് വന്നിട്ട് ഹേയ്, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നല്ലതുപോലെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ അവിടെ നിന്ന് പോകുന്നതും ഹീറോയിൻ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യാൻ കാരണം തന്റെ മകൻ മരിച്ചതുകൊണ്ടാണല്ലോ എന്നുള്ള കാര്യം ആ ജോലിക്കാരിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവർ കുറച്ചു നേരം ഹീറോയിനെ നോക്കി നിന്നിട്ട് അടുത്തേക്ക് ചെന്ന്, ഓക്കെ, നിങ്ങളുടെ അവസ്ഥ തന്നെയായിരുന്നു എനിക്കൊരു മകളുണ്ടായിരുന്നു. അവളുടെ പേര് അനുഷ്ക എന്നാണ്. അവളൊരു കുളത്തിൽ വീണാണ് മരിച്ചുപോയത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം. മരിച്ചുപോയ നിങ്ങളുടെ മകനോട് ഒരു തവണ സംസാരിക്കാനുള്ള ഒരു അവസരം ഞാൻ നിങ്ങൾക്ക് തരാം. എന്താണ് അവനോട് സംസാരിക്കേണ്ടത് എന്നെല്ലാം ഓർത്ത് വെച്ചേക്കണം. ഞാൻ കുറച്ച് ഉള്ളിലേക്കുള്ള ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു അമ്പലമുണ്ട്. അവിടെയാണെങ്കിൽ മരണപ്പെട്ടവരുടെ ലോകവും ജീവിച്ചിരിക്കുന്നവരുടെ ലോകവും തമ്മിലുള്ള ഒരു ചുമരുണ്ട്. അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മകനോട് സംസാരിക്കാൻ കഴിയും. നിങ്ങളുടെ മകന്റെ അസ്ഥി അത് എടുത്തോണ്ട് നേരെ അമ്പലത്തിലേക്ക് പോവുക. അവിടെ അത് വിതറണം. എന്നിട്ട് ആ അമ്പലത്തിന്റെ വാതിലിന് വെളിയിൽ നിങ്ങൾ കാത്തിരിക്കുമ്പോൾ അവനോട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും. എന്നിട്ട് അവനോട് അവസാനമായിട്ട് നിങ്ങൾ യാത്ര പറയണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ മൈക്കിൾ അകത്തേക്ക് കയറി വരുമ്പോൾ ഇവരതൊന്നും സംസാരിക്കാതെ നോർമലായിട്ടുള്ള അവസ്ഥയിൽ തന്നെ നിൽക്കണം. കാരണം മൈക്കിൾ ഒരിക്കലും ഈ കാര്യം അറിഞ്ഞിട്ടില്ല. അങ്ങനെ മൈക്കിൾ വരുമ്പോൾ മറിയ, സോറി, ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് അവനോട് ക്ഷമയെല്ലാം ചോദിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ ജോലിക്കാരി ഉണ്ടല്ലോ, അവരവരുടെ മകളുടെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്.
ആ സമയത്ത് ഇതെല്ലാം നമ്മുടെ മറിയെ കണ്ടിട്ട് അവരുടെ മുന്നിലേക്ക് വന്ന് പറയും, ശരി, നിങ്ങൾ പറഞ്ഞതുപോലെ ആ ഒരു കാര്യം ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ്. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആ ജോലിക്കാരി പറയും, നിങ്ങളത് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു സത്യം നിങ്ങൾ ചെയ്തു തരണം. അതെന്താന്ന് വെച്ചാല്, നിങ്ങൾ അവിടേക്ക് ചെന്ന് നിങ്ങളുടെ മകനോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മകൻ എത്ര കെഞ്ചിയാലും എന്തൊക്കെ പറഞ്ഞാലും ഒരു കാരണവശാലും ആ ഡോർ തുറക്കരുത്. ഇതിൽ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആ സ്ഥലം പറഞ്ഞുതരാന്ന് പറയുമ്പോൾ ഹീറോയിനും അതിന് ഓക്കെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഒലിവറിന്റെ ശരീരം അടക്കം ചെയ്തിട്ടുള്ള ഒരു ചർച്ചിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് ആ ഒരു ശവപ്പെട്ടി തോണ്ടിയെടുത്ത് ഇപ്പൊ മറിയ പറയും, എനിക്ക് എന്റെ മകനെ കാണണമെന്ന് പറയുമ്പോൾ ആ ജോലിക്കാരി ഇല്ല വേണ്ട നിങ്ങളത് ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ മറിയ അത് കേൾക്കാതെ ഓടി ചെന്നിട്ട് അത് തുറന്നു നോക്കുന്നതും അഴുകിപ്പോയ ഒലിവറിന്റെ ശരീരം കണ്ട് അവൾ തന്നെ പേടിച്ചു. അതുപോലെ അവന്റെ പെട്ടിയിൽ തന്നെ ഒരു പാവയുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ ആ ഒരു ബോഡി ഇപ്പോൾ കത്തിക്കാണ്. കാരണം ആ ഒരു ചാമ്പല് വേണം ഇവർക്ക് എടുത്തോണ്ട് പോകാനായിട്ട്. അപ്പൊ ഇതെല്ലാം ചെയ്യുമ്പോൾ മൈക്കിളിന് ഒരിക്കലും ഇതൊന്നും അറിയത്തില്ല. അതുപോലെ ഇവർ ആ ഒരു ബോഡി ഇരിക്കുമ്പോൾ അതിനടുത്തായിട്ട് കുറെ അഘോരിമാരുണ്ട്. അവര് ഭയങ്കര ദേഷ്യത്തോടെ ഇതിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അപ്പോൾ മറിയ ഇവരെ പറ്റി ആ ഒരു ജോലിക്കാരിയോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇതാണ് അഘോരികൾ, ഇതുപോലെ ചുടുകാട്ടിലായിരിക്കും അവർ താമസിക്കുന്നത്. കത്തിക്കഴിഞ്ഞ ഒരു ഭസ്മം അവരുടെ ദേഹത്ത് അവർ വാരിപ്പോച്ചും, അതേപോലെ തന്നെ മനുഷ്യ മാംസം അവർ തിന്നും എന്നുള്ള കാര്യങ്ങളെല്ലാം ഹീറോയിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ആ ഒരു ഭസ്മം എടുത്ത് അത് കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഹീറോയിനെ കൊണ്ടാക്കുകയാണ്. ഈ ട്രെയിൻ നിൽക്കുന്ന അവസാന സ്റ്റേഷനാണ് ഇവരുടെ ഗ്രാമം. അതുകൊണ്ട് നിങ്ങൾ നല്ലതോടെ തന്നെ പോയിട്ട് വാ, നിങ്ങളുടെ ഭർത്താവിനെ കുട്ടിയെ ഞാൻ നോക്കിക്കോളാം, പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കലും മറക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞ് ട്രെയിനകത്തേക്ക് കയറ്റുമ്പോഴത്തേക്കും മൈക്കിളിന് വേണ്ടിയിട്ട് അവളൊരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുപോലെ എനിക്ക് കുറച്ച് ദിവസം വേണം ഒന്ന് നോർമലായിട്ടുള്ള അവസ്ഥയിലേക്ക് വരാൻ വേണ്ടി, അതുവരെ എന്നെ ഒന്ന് വെറുതെ വിടണം എന്നുള്ള രീതിയിലാണ് അവൾ ആ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുള്ളത്. കാരണം വേറെ ഒന്നുമല്ല, അവൾക്ക് വീണ്ടും നോർമലായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ലൂസിയെ നല്ലതുപോലെ നോക്കണം, ഒരു സാധാരണ ജീവിതം അവൾക്ക് ജീവിക്കണം, അതിനു വേണ്ടിയിട്ടാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോയിൻ ഇപ്പോൾ ആ ട്രെയിനിലെ അവസാനം ഈ ഗ്രാമത്തിലേക്ക് വന്നു. കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടൊരു പഴയ ഗ്രാമമാണ്. അതുമല്ല അവിടെയുള്ളൊരു വണ്ടിയിൽ ഈ ജോലിക്കാരി പറഞ്ഞ ആ സ്ഥലത്തേക്ക് അവർ വന്ന് ഇറങ്ങാണ്. വലിയ കാട് പോലെയുള്ള സ്ഥലം. അങ്ങനെ അവിടെ നിന്നും ആ ജോലിക്കാരി പറഞ്ഞതുപോലെ തന്നെ വഴിയെല്ലാം നോക്കി ഒരുപാട് ദൂരം നടന്ന് ഈ അമ്പലം ഉണ്ടല്ലോ അത് കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പൊ ആ അമ്പലത്തിന് മുകളിലേക്ക് നടന്ന് കയറുമ്പോഴത്തേക്കും ആ വഴിയെല്ലാം പക്ഷികൾ ഇതെല്ലാം ചത്തു കിടക്കുന്നുണ്ട്. അതുപോലെ ആ അമ്പലത്തിന് മുകളിലേക്ക് കയറിയിട്ട് താഴേക്ക് നോക്കുമ്പോൾ ഫുള്ളായിട്ടും കാട്. ഇതുപോലുള്ള സ്ഥലത്ത് ഒറ്റയ്ക്ക് നിങ്ങളും ആരെങ്കിലും പോകുമെന്നൊന്ന് കമന്റ് ചെയ്തേക്കാം. ഇപ്പൊ ഈ കാര്യത്തിനല്ലാന്നുണ്ടെങ്കിലും ഒറ്റയ്ക്ക് ഇതുപോലൊരു കാര്യത്തിന് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കമന്റ് ചെയ്തേക്കാം. ഇത് കാണുമ്പോൾ തന്നെ അല്ലാതെ എനിക്ക് തന്നെ പേടിയാവുന്നുണ്ട്. അങ്ങനെ ആ ഒരു അമ്പലം തുറന്ന് അതിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും അതിനകത്ത് അങ്ങനെ പൂജയും കാര്യങ്ങളൊന്നും ചെയ്യുന്ന ഒരു സ്ഥലമൊന്നുമല്ല, ഒരു പഴയ അമ്പലം. അങ്ങനെ അവിടെ ബാഗിൽ നിന്നും കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളെല്ലാം എടുത്ത് അത് കഴിഞ്ഞ് തന്റെ മകന്റെ അസ്ഥി ഉണ്ടല്ലോ അതെടുത്ത് അവനെ എങ്ങനെയൊക്കെ വളർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ച് നോക്കുന്നു. എന്നിട്ട് ആ അമ്പലത്തിന്റെ വെളിയിലേക്ക് വന്ന് അവിടുത്തെ പടിക്കെട്ടില് ഈ അസ്ഥി അങ്ങനെ തട്ടിയിടും. അത് കഴിഞ്ഞ് ആ അമ്പലത്തിന്റെ ഡോർ അടച്ച് നേരെ അകത്തേക്ക് പോയിരിക്കുകയാണ്. അതുപോലെ ഈ അമ്പലത്തിലെ ഒരു വിഗ്രഹമില്ല, അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ ഒരു മെഴുകുതിരിയും കത്തിച്ചിട്ട് ഹീറോയിൻ അതിനകത്ത് തന്നെ ഇരിക്കും. ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ ഈ അമ്പലത്തിന്റെ അകത്തും ആ അസ്ഥി തട്ടിയിട്ടിട്ടുള്ളത് അമ്പലത്തിന് വെളിയിൽ ആ ഡോറ് തുറന്നു വരുമ്പോൾ ആ സ്റ്റെപ്പ് ഉണ്ടല്ലോ ആ ഒരു ഭാഗത്താണ് അസ്ഥിയും തട്ടിയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് നേരം ഹീറോയിൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഒരു ശബ്ദവും കേൾക്കുന്നില്ല, ആരും വരുന്നത് പോലെ തോന്നില്ല. അങ്ങനെ ഈ മെഴുകുതിരിയും കൊണ്ട് അമ്പലത്തിനകത്തൊന്നും നടക്കാന്ന് പറഞ്ഞ് അവളിങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അതിനകത്തുള്ള വവ്വാലും പക്ഷികളും എല്ലാം ഇങ്ങനെ പറക്കാൻ തുടങ്ങുന്നു. അതിൽ മെഴുകുതിരി അങ്ങ് അണഞ്ഞു പോവും. പെട്ടെന്നാണ് അവളുടെ കയ്യിലുള്ള ലൈറ്റർ എടുത്ത് ഇങ്ങനെ കത്തിക്കുമ്പോഴത്തേക്കും ആ പറന്നുപോയ പക്ഷികളിലൊന്ന് താഴെ വീണ് അഴുകി അതിപ്പോ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നത് പോലെ. എന്താണ് സംഭവിക്കുന്ന അവൾക്ക് അറിയുന്നില്ല. പെട്ടെന്നാണ് ഒരു പ്രതിമയുടെ മുന്നിലേക്ക് അവൾ വന്ന് നിൽക്കുന്നതും ആ പ്രതിമ ഇപ്പോൾ നിൽക്കുന്നത് എങ്ങനെയാണെന്നറിയോ, മുഖം മറച്ച രീതിയിൽ. ഇത് കണ്ട ഹീറോയിൻ പെട്ടെന്ന് തന്നെ ഓടി ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ബാഗ് എടുത്ത് ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അവൾ അവിടെ കത്തിച്ചു വെച്ചിരുന്ന ആ ഒരു മെഴുകുതിരി ഉണ്ടല്ലോ അത് പതിയങ്ങ് അടയുന്നു. പെട്ടെന്ന് ആ ഡോറിനടുത്ത് നിന്നും ആ ഡോറിൽ ആരോ തട്ടുന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. അതുപോലെ ഒരു 10-100 പേര് ഒരുമിച്ച് നിന്ന് ആ കഥകിൽ തട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് ആ ശബ്ദം കേൾക്കുന്നത് തന്നെ. അങ്ങനെ കുറേ നേരം ആ ശബ്ദം കേട്ടിട്ട് അവസാനം എല്ലാ ശബ്ദങ്ങളും നിന്നു. ഇപ്പൊ ഒരേ ഒരു ശബ്ദം മാത്രം, അമ്മ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുന്നതും. പെട്ടെന്ന് ഹീറോയിൻ മോനെ ഒലിവർ നീയാണോ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ആ ഒരു സന്തോഷവും എന്ത് ചെയ്യണമെന്നറിയത്തില്ല ആ അവസ്ഥയിലായിപ്പോയി. അപ്പോൾ ഒലിവർ ചോദിക്കുന്നുണ്ട്, അതെ അമ്മ ഞാനിപ്പോൾ എവിടെയുള്ളത് എന്നതിനെ ചോദിക്കുമ്പോൾ ഇല്ല മോനെ നീ എവിടെയും പോരുത്, ഈ കഥകിനടുത്തേക്ക് ചേർന്ന് നിന്ന് എന്നോട് സംസാരിക്കും, അതുകൊണ്ട് എവിടെയും പോരുതെന്ന് പറയുമ്പോൾ അതേന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഹീറോയിൻ നീ ഇവിടെ തന്നെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതേ ഉണ്ട്, ഞാൻ നിന്നെ എന്തുമാത്രം മിസ് ചെയ്യുന്നെന്നറിയോ, നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാം എന്നെല്ലാം ചോദിക്കുമ്പോൾ അതേന്ന് ആ പയ്യൻ പറയും. എന്നിട്ട് അവനോട് സോറിയെല്ലാം പറയാണ്, കാരണം അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ, അതുകൊണ്ട് അവനോട് സോറിയെല്ലാം പറഞ്ഞിട്ട് നിന്നെ ഓർക്കാത്ത ഒരു ദിവസം പോലുമില്ല എന്നെല്ലാം ഹീറോയിൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോഴാണ് അവൻ ചോദിക്കുന്നത്, അമ്മ കഥക് തുറക്കാൻ കഴിയുന്നില്ലല്ലോ, എന്തുകൊണ്ട് കഥക് തുറക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, ഇല്ല മോനെ അത് മാത്രമേ നമുക്ക് കഴിയത്തില്ല, അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഒലിവർ പെട്ടെന്ന് ആ സൈഡിൽ നിന്നും അമ്മ പ്ലീസ് കഥക് തുറക്ക്, ഇവിടെ നല്ല ഇരുട്ടുണ്ട്, എനിക്ക് പേടിയാവുന്നു, ചുറ്റിനുള്ള ഒന്നും കാണാൻ കഴിയുന്നില്ല എന്നെല്ലാം പറയുമ്പോൾ അപ്പോഴും മറിയ പറയും, ഇല്ല മോനെ കഴിയത്തില്ല എന്ന് പറയും.
അപ്പോൾ ഒലിവർ പറയും, അമ്മേനെ എനിക്ക് കെട്ടിപ്പിടിക്കണം, എനിക്ക് കരച്ചിൽ വരുന്നുണ്ട് എന്നെല്ലാം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും മാറി മാറി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പൊ അവസാനം ഒലിവർ പറയും, അമ്മ എനിക്ക് തിരിച്ചു പോകണം, എനിക്ക് തിരിച്ചു പോകണം എന്ന് പറയുമ്പോൾ, ഇല്ല മോനെ പോകരുത്, കുറച്ചു നേരം കൂടി ഇരിക്കാൻ പറയുന്നതും, ഇല്ല എനിക്ക് കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ശബ്ദം അങ്ങ് നിൽക്കുന്നുണ്ട്. ഇത് കാരണം ഹീറോയിൻ പെട്ടെന്ന് ആ ഡോർ അങ്ങ് വലിച്ചു തുറക്കുന്നത്. അവൾ വെളിയിലേക്ക് വന്നിട്ട് ഒലിവർ നീ എവിടെയാ, എനിക്ക് നിന്നെ കാണണം, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നെല്ലാം പറയുമ്പോൾ അവൻ എവിടെയും കാണുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നത് ഇതുപോലൊരു അഘോരി വന്നിങ്ങനെ നിൽക്കാണ്. അവൾ പേടിച്ചിട്ടൊരു ഒറ്റ ഓട്ടം. അതേസമയം ഈ അമ്പലത്തിനുള്ളിൽ ഒരു പ്രതിമ കണ്ണുമൂടി ഇങ്ങനെ വെച്ചിരുന്നല്ലോ, അതിന്റെ കൈ പതിയെ അനങ്ങുന്നത് പോലെ കാണിക്കുന്നുണ്ട്. എന്റെ പൊന്നും മക്കളെ, അതൊരു ഒന്നൊന്നര സീനാണ്. അപ്പോൾ എന്തോ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ കാണിക്കുമ്പോൾ നമ്മുടെ മറിയെ അന്വേഷിച്ച് തന്നെയാണ് മൈക്കിൾ ഉള്ളത്. അതുമല്ല ഇവരുടെ വീടിന് വെളിയിലാണെങ്കിലോ നായ കുരയ്ക്കുന്ന ശബ്ദം, മറിയായിരിക്കും വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് ഡോർ തുറക്കുമ്പോഴത്തേക്കും അവളെ അവിടെ കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ നായ എന്തിനെ കണ്ട കുരച്ചത് അറിയാൻ കഴിയാൻ നിൽക്കുമ്പോഴത്തേക്കും പുറകിലെ ലൂസി വന്നിട്ട്, അമ്മ വന്നോ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടെന്ന് പറയുമ്പോൾ, ഇല്ല മോളെ അമ്മ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ച് റൂമിനകത്തേക്ക് തന്നെ പോകുന്നുണ്ട്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ ഇപ്പോൾ ട്രെയിനിൽ തിരിച്ചു വരികയാണ്. അതുപോലെ തിരിച്ചു വരുമ്പോഴത്തേക്ക് അവൾക്ക് അത്യാവശ്യം സന്തോഷമുണ്ട്. കാരണം അവളുടെ മകനോട് അവസാനമായിട്ട് യാത്ര പറയാൻ കഴിഞ്ഞല്ലോ. ആ ഒരു സന്തോഷത്തിലാണ് അവൾ തിരിച്ചു വരുന്നത്. അതേസമയം ഇവിടെ വീട്ടിൽ ലൂസി ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കളിക്കുമ്പോഴത്തേക്കാണ് എന്തോ ഒരു ശബ്ദം. അവൾ നേരെ വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ഒലിവറിന്റെ മുറിയുടെ ഭാഗത്ത് ഇവരുടെ വീടിന് മുകളിലായിട്ടൊരു റൂമുണ്ട്. അതിന് മുകളിലേക്ക് പോയായിട്ടൊരു പടിക്കെട്ടും. ഇപ്പൊ അതിന് മുകളിൽ ഒലിവർ ഉപയോഗിച്ചിരുന്ന ഒരു പുലിയുടെ പാവ, അതും അവന്റെ ശവപ്പെട്ടിയിൽ ഉണ്ടായിരുന്ന പാവയാണ്, അതവിടെ ഇരിക്കുന്നു. അങ്ങനെ ഇത് കണ്ട ലൂസിക്കാണെങ്കിലോ വലിയ രീതിയിലൊന്നും അറിയത്തില്ല, അവൾ ചെറിയ കുട്ടിയല്ലേ. അതുകൊണ്ട് തന്നെ ഓടി വന്നിട്ട് ആ പാവ എടുത്ത് തിരിഞ്ഞു പോകാനായിട്ട് വരുമ്പോഴത്തേക്കും വീണ്ടും പുറകിൽ നിന്ന് എന്തോ ഒരു ശബ്ദം. അവൾ അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ നമ്മുടെ മറിയുണ്ടല്ലോ, അവളൊരു ടാക്സി വിളിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ ടാക്സിക്കാരന്റെ പൈസ എല്ലാം കൊടുത്ത് വീടിനകത്തേക്ക് കയറുമ്പോൾ ആ ജോലിക്കാരിയും മറിയും രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി തലയെന്ന് അനക്കുന്നതല്ലാതെ ഇതിനെപ്പറ്റി വേറൊന്നും സംസാരിക്കുന്നില്ല. അങ്ങനെ അകത്തേക്ക് വന്ന ഉടനെ തന്നെ നമ്മുടെ ലൂസി അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് നല്ലതുപോലെ ഉമ്മയെല്ലാം വെക്കുന്നുണ്ട്. കാരണം അവൾ ഇനി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പോവാണ്. അപ്പോഴേക്കാണ് ജോലിക്കാരി വന്നിട്ട് ഇതുപോലെ ലൂസിക്ക് സ്നാക്സിനുള്ള സമയമായെന്ന് പറഞ്ഞ് അവളെ കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ അവിടേക്ക് വരുമ്പോഴത്തേക്കും, നീ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ അവനെയും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ എടുത്തിട്ട്, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നില്ല എന്നെല്ലാം പറഞ്ഞ് ഇവർ രണ്ടുപേരും കുറച്ച് സന്തോഷമായിട്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോഴേക്കാണ് ഇവരുടെ റൂമിനകത്തേക്ക് നായ വന്നിട്ട് നല്ലതുപോലെ കുരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇതിനെ വെളിയിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഡോർ തുറന്നിട്ട് വെളിയിലേക്ക് പോകാൻ പറയുമ്പോൾ ഇതകത്ത് തന്നെ നിന്ന് കുരയ്ക്കാണ്. ഓക്കെ, പോ നിന്റെ റൂമിലേക്ക് പോകുന്നു പറഞ്ഞ് അതിനെ പറഞ്ഞു വിട്ട് നേരെ ലൂസിയുടെ റൂമിലേക്ക് ചെന്നിട്ട് അവളുടെ റൂമിൽ നോക്കുമ്പോൾ ലൂസി നല്ല ഉറക്കം. അങ്ങനെ ആ ഒരു ലൈറ്റിങ്ങിനെ ഓഫ് ചെയ്ത് പോകുന്നതും ഈ കർട്ടന്റെ പുറകിൽ എന്തോ ഒരു രൂപം കാണുന്നു. പെട്ടെന്ന് ഹീറോയിൻ ഇത് കണ്ട് വല്ലാതെ തോന്നിയിട്ട് ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. പിന്നെ ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല. ഓക്കെ, തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൾ പതിയെ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവരുടെ വീട്ടിൽ ആ ഒരു നായ ഉണ്ടല്ലോ, അതിപ്പോഴും മെയിൻ ഹാളിൽ മുകളിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നല്ലതുപോലെ കുറെ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഉറങ്ങുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് അവൾ എഴുന്നേൽക്കുമ്പോൾ എന്തായാലും ലൂസിയെ പോയി കാണുമെന്ന് പറഞ്ഞ് അവളുടെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവളെ അവിടെ കാണുന്നില്ല. അപ്പോൾ ഇവിടെ മുകളിലായിട്ട് റൂമുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ആ റൂമിനകത്തേക്ക് നടന്നു കയറി റൂം തുറക്കുമ്പോഴത്തേക്കാണ് ലൂസി അതിനകത്തിരിക്കുന്നു. അല്ല ലൂസി, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ഇല്ല, പാവകളായിട്ട് കളിക്കുമായിരുന്നു. ശരി ബാ താഴേക്ക് പോവാന്ന് പറഞ്ഞ് അവളെ വിളിച്ച് താഴേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതിനകത്തുള്ള പെട്ടിക്കകത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. നോക്കുമ്പോൾ വേറെ ഒന്നുമല്ല, മൂടി വെച്ചിരുന്ന ആ ഒരു പെട്ടി ഇപ്പോൾ തുറന്ന് അതിനുള്ളിലുള്ള സാധനങ്ങളെല്ലാം വെളിയിൽ കിടക്കാണ്. അങ്ങനെ ലൂസിയെ താഴേക്ക് പറഞ്ഞു വിട്ടിട്ട് അതിനകത്ത് കുറച്ച് ക്യൂബ്സ് ഉണ്ട്, അതിലോരോ അക്ഷരങ്ങളും ഉണ്ട്. അപ്പൊ ഇതെല്ലാം മറിഞ്ഞു കിടന്ന് ഓരോ അക്ഷരങ്ങളും മാച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒലിവർ എന്നുള്ള ആ ഒരു പേരുണ്ടല്ലോ അതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തവണ കൂടി അവളുടെ അടുത്ത് ഇങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട്, ഇതെങ്ങനെ കറക്റ്റായിട്ട് ഈ പേര് വന്നെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ലൂസിയുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പുലിയുടെ പാവയുണ്ടല്ലോ അത് അവളുടെ അടുത്തിരിക്കുന്നു. ഇത് കണ്ട ഹീറോയിൻ നല്ലതുപോലെ ഷോക്കാവും. കാരണം ആ ഒരു കുഴിയിൽ നിന്നും കിട്ടിയതല്ലേ, ഇതെങ്ങനെ ഇവിടെ വന്നെന്ന് ചോദിക്കുമ്പോൾ ലൂസി മറുപടി ഒന്നും പറയത്തില്ല. ഏയ് നിന്നോടല്ലേ ചോദിച്ചേ, എവിടെ നിന്നാ ഇത് കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഒരു സീക്രട്ടാണ്, പക്ഷെ വേറെ ആരോടും പറയരുത്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, ഇത് ജോലിക്കാരിയാണോ തന്നതെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴവൾ മറുപടി ഒന്നും പറയുന്നില്ല. അവിടെയാണ് ഒരു ട്വിസ്റ്റ്. ഇത്രയും നേരം നമ്മുടെ ലൂസി പിയാനോയുടെ അടുത്തിരിക്കുകയായിരുന്നു. അതുപോലെ പിയാനോ നല്ലതുപോലെ പ്ലേ ആവുന്നുണ്ട്. ഇത് ലൂസിയാണോ ചെയ്യുന്നത് നോക്കുമ്പോഴത്തേക്കും ഒരിക്കലും അല്ല, അത് ചെയ്യുന്നത് ഒലിവറിന്റെ പ്രേതമായിരുന്നു. ഇത് കണ്ട് നമ്മുടെ മറിയെ പേടിച്ചിങ്ങനെ മാറി നിൽക്കുമ്പോഴത്തേക്കും ലൂസി പറയുന്നുണ്ട്, ചേട്ടൻ വന്നു അമ്മ, ചേട്ടനാ ഇത് ചെയ്യുന്നതെന്ന് പറയുന്നതും മറിയയ്ക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ഒരു പുലിയുടെ പാവയുണ്ടല്ലോ അത് കൊണ്ടുവന്ന് കഴുകി നല്ലതുപോലെ തന്നെ വൃത്തിയാക്കി. കുറച്ച് സന്തോഷമുണ്ട്, ഇപ്പൊ ഒലിവർ വീണ് തിരിച്ചു വന്നു എന്നുള്ള ആ ഒരു സന്തോഷമാണ്. എന്നിട്ട് ലൂസിയെ ഉറക്കി കിടത്താനായിട്ട് വരുമ്പോൾ അച്ഛനോട് ഒരിക്കലും ഈ കാര്യം പറയരുതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ലൂസി പറയും, ചേട്ടൻ ഇത്രയും കാലം ഒളിച്ചിരിക്കുമായിരുന്നു, അമ്മയോട് പോലും പറയരുതെന്നാ പറഞ്ഞേ, പക്ഷെ അമ്മ എങ്ങനെയോ കണ്ടുപിടിച്ചു. അപ്പോൾ മറിയ പറയും, ഒലിവർ അച്ഛനോട് പറയുന്നത് വരെ, അവൻ തയ്യാറാവുന്നത് വരെ നമ്മൾ രണ്ടുപേരും ഈ കാര്യം അച്ഛനോട് പറയണ്ടെന്ന് പറഞ്ഞ്
ഇപ്പോൾ ലൂസി ഉറക്കി കിടത്തിയിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ഒരു പുലിയുടെ പാവയുണ്ടല്ലോ അത് എടുത്ത് നേരെ മുകളിലത്തെ ആ റൂമിലേക്ക് വരികയാണ്. സത്യത്തിൽ ഇത് ഒലിവറിന്റെ റൂമാണ്. അങ്ങനെ അവിടേക്ക് വന്ന ആ ഒരു പാവ ബെഡിലേക്ക് വെച്ചിട്ട് മോനെ നല്ലതുപോലെ കിടന്നുറങ്ങ് എന്നിങ്ങനെ പറയുന്നുണ്ട്. വേറെ ഒന്നല്ല, ആ ഒരു ആത്മാവിനോടാണ് അവൾ പറയുന്നത്. അവൾക്ക് മനസ്സിലായി ഒലിവറിന്റെ ആത്മാവ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. എന്നിട്ട് ലൈറ്റ് അണച്ച് അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ അവിടെ ജംഗിൾ ബുക്ക് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അതിനടുത്തുള്ള ആ ലൈറ്റ് അങ്ങ് ഓണാവുന്നു. അതേപോലെ തന്നെ ഈ റൂമിലെ ലൈറ്റ് ഓണായിട്ട് ചെയർ നേരെ കട്ടിലിനടുത്തേക്ക് വരികയാണ്. ഇപ്പൊ ഇതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവൻ ആ ഒരു ബുക്ക് വായിച്ചു കൊടുക്കണം ഉറങ്ങാൻ വേണ്ടി. അങ്ങനെ അത് മനസ്സിലാക്കിയ മറിയ ആ സന്തോഷത്തോടെ തന്നെ അവൾ ആ ബുക്ക് എടുത്ത് ആ ബുക്കിലെ നിർത്തിയ ഭാഗം എവിടെയാണോ അവിടെ നിന്ന് വീണ്ടും വായിച്ചിങ്ങനെ കൊടുക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും മൈക്കിള് വീട്ടിലേക്ക് ഒരു വലിയ പെട്ടി കൊണ്ടുവന്നിട്ട് അതിനകത്ത് നിന്ന് കുറെ പഴയ സാധനങ്ങൾ വീടിനകത്തേക്ക് എടുത്തു വെക്കുന്നുണ്ട്. അങ്ങനെ എടുത്തു വെക്കുമ്പോഴത്തേക്കാണ് ഈ വീടിനുള്ളിൽ മരത്തിൽ നിന്ന് വീഴുന്ന ഇലകളുണ്ടല്ലോ അത് താഴേക്ക് വീഴുന്ന ആ സമയത്ത് തന്നെ ചുരുങ്ങി പോവാണ്. അങ്ങനെയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ശക്തി ഈ വീടിനകത്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അതേപോലെ തന്നെ ഇവിടെ ഹീറോയിൻ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കും അവൾ പെട്ടെന്ന് തിരിയുമ്പോൾ ഇതുപോലെ ഒരുപാട് പേടിപ്പിക്കുന്ന സീനുകൾ ഈ മൂവിയിലുണ്ട് കേട്ടോ. ആ പുലിയുടെ പാവ അവളുടെ മുന്നിലിരിക്കുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ മൈക്കിളിന്റെയും ഹീറോയിന്റെയും നടുവിലായിട്ട് ആ ഒരു പാവ കിടക്കുന്നു. ഒലിവർ വന്ന് കിടക്കുന്നത് പോലെ അമ്മയുടെ അച്ഛൻ്റെ നടുവിലുണ്ടല്ലോ അതുപോലെ. അപ്പോൾ ഹീറോയിൻ പെട്ടെന്ന് എഴുന്നേറ്റ് മോനെ നീ എവിടെയാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ കർട്ടന്റെ പുറകിൽ നിന്നും വേറെ ഏതോ ഒരു രൂപമാണ് വരുന്നത്. അതൊരിക്കലും ഒലിവർ ആണെന്ന് തോന്നുന്നില്ല. ഇത് കണ്ടു ഞെട്ടി നിൽക്കുമ്പോൾ അതും സ്വപ്നമായിരുന്നു. അങ്ങനെ നമ്മുടെ മൈക്കിള് അവളെ സമാധാനപ്പെടുത്തി. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ജോലിക്കാരി വീടിനകത്തുള്ള ഓരോ ചെടികളിങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് എല്ലാം കരിഞ്ഞുണങ്ങി നിൽക്കുന്നു. എന്താണെന്നറിയാൻ വേണ്ടി അവൾ വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ വീടിന് വെളിയിലുള്ള എല്ലാ ചെടിയും മരങ്ങളും ഉണങ്ങി കരിഞ്ഞു നിൽക്കുകയാണ്. അതേപോലെ തന്നെ അവിടെ ചെറിയൊരു മീൻകുളം ഉണ്ട്. അതിനകത്തുള്ള മീനുകളെല്ലാം ചത്തുപോങ്ങി കിടക്കുന്നു. അതേപോലെ തന്നെ വീടിനകത്ത് വളർത്തുന്ന ലവ് ബേഡ്സ് ഇതെല്ലാം ചത്തുപോയിട്ടുണ്ട്. ഇത് കാണുമ്പോഴത്തേക്ക് ആ ജോലിക്കാരിക്ക് എന്തോ ഒരു കാര്യം തെറ്റായിട്ട് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലായി നേരെ അകത്തേക്ക് വന്ന് നമ്മുടെ മറിയോട് ഈ ഒരു കാര്യം പറയും. അതുമല്ല ജോലിക്കാരി മറിയെ നല്ലതുപോലെ ദേഷ്യത്തിലാണ് നോക്കുന്നത്. അതുമല്ല ലൂസിക്ക് ഇഷ്ടപ്പെട്ട ഒരു കിളിയായിരുന്നു അത്. ആ കിളി മരിച്ചത് കൊണ്ട് തന്നെ ഈ മരിച്ചവരെല്ലാം പുഴയിൽ ഒഴുക്കുമല്ലോ. അതുപോലെ തന്നെ ഇവർ ആ ഒരു കിളിയേം കൊണ്ട് അടുത്തുള്ള പുഴയിലേക്ക് വന്ന് ഇങ്ങനെ ഒഴുക്കി വിടുകയാണ്. അപ്പോഴാണ് കുറച്ച് ദൂരെ നിന്ന് ഒരു അഘോരി ഹീറോയിൻ നോക്കി ഇങ്ങനെ കൈ കാണിക്കുന്നു. അത് നോക്കി അവൾ തിരിയുമ്പോൾ പെട്ടെന്ന് അടുത്തത് ഇതുപോലെ ഒരു അഘോരി വന്നിട്ട് അവളെ ആശീർവാദം ചെയ്യുന്നു പറഞ്ഞിട്ട് അവളുടെ തലയിലേക്ക് ഇങ്ങനെ തൊടുന്നതും ഹീറോയിൻ പേടിച്ച് ലൂസിനെ പൊക്കിയെടുത്ത് അവിടെ നിന്നും ഓട്ടോയിൽ ഇങ്ങനെ പോവാണ്. പോകുമ്പോഴത്തേക്ക് ആ തലയിൽ തൊട്ടല്ലോ അതെല്ലാം തുടച്ചു കളയുന്നുണ്ട്. അതുമല്ല വരുന്ന വഴിക്കാണെങ്കിലോ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു. ഇവർക്കല്ല വേറെ ഏതൊരു വണ്ടിക്ക്. അങ്ങനെ ആക്സിഡന്റ് പറ്റി മരിച്ചു കിടക്കുന്ന അയാളുടെ അടുത്ത് ഇവർ രണ്ടുപേരും ചെന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു തലതെ ഇതുപോലെ തിരിഞ്ഞിട്ട് മറിയ അവിടെ നിന്നും പേടിച്ച് അവിടെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് എങ്ങനെയെങ്കിലും അവൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരുന്നുണ്ട്. അങ്ങനെ ഹീറോയും വന്നിട്ട് തന്റെ തലയെല്ലാം ഇങ്ങനെ കഴുകുന്ന സമയത്ത് ലൂസി അവളുടെ ചേട്ടനുണ്ടല്ലോ ഒലിവർ അവനെ തിരക്കാണ്. ഒലിവർ നീ ഇവിടെ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഹാളിലെ ഫാൻ ഓൺ ആവുന്നു. എന്താണെന്ന് വെച്ചാൽ TV കാണാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്. അങ്ങനെ ലൂസിയും അതുപോലെ തന്നെ ചെയറിലേക്ക് വന്നിരുന്ന് TV കാണുന്ന സമയത്ത് പെട്ടെന്ന് മിന്നൽ വെളിച്ചത്തില് വെളിയിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ എന്തോ ഒരു രൂപം കാണുന്നു. അതേസമയം തന്നെ പിന്നെ കാണിക്കുമ്പോൾ ഒലിവറിന്റെ ശരീരം ഉണ്ടല്ലോ അതാണ് കാണിക്കുന്നത്. അതും ഈ മിന്നൽ വെളിച്ചത്തില് അടുത്ത മിന്നൽ വെളിച്ചത്തില് ലൂസിയുടെ അടുത്തായിട്ട് വന്നിരിക്കുന്നു അഴുകിയ ശരീരം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൂസിയെ ഹീറോയിൻ കുളിപ്പിക്കാണ്ട് കൊണ്ടുവരുമ്പോഴത്തേക്കാണ് അവളുടെ തോളില് ഈ പല്ല് കൊണ്ട് കടിച്ചൊരു പാട് കാണുന്നു. എന്താ ലൂസി ഇത് എങ്ങനെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ചേട്ടനല്ലേ, ചേട്ടൻ ഇപ്പോ എന്നോട് നല്ല സ്നേഹമൊന്നുമില്ല, എപ്പോഴും ഉപദ്രവിക്കും, പഴയതുപോലെയൊന്നും അല്ലാന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഇത് കാരണം നമ്മുടെ ഹീറോയിൻ ഒലിവറിന്റെ റൂമിലേക്ക് ചെന്നിട്ട് ഒലിവർ നീ എന്തിനാ അവളെ ഉപദ്രവിക്കുന്നത്, ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവൾ പോകാനായിട്ട് വരുമ്പോൾ ആ ഒരു ബുക്ക് താഴേക്ക് വന്ന് വീഴുന്നു. അതേപോലെ തന്നെ ചെയർ അവളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. എന്താന്ന് വെച്ചാൽ വീണ്ടും ആ ബുക്ക് വായിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തവണ നമ്മുടെ ഹീറോയിൻ പറയുമില്ല, ഇപ്പോൾ എന്തായാലും അതിനുള്ള മൂഡില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞ് തിരിഞ്ഞെഴുന്നേൽക്കുമ്പോൾ ആ ഡോർ ഉണ്ടല്ലോ അത് പെട്ടെന്ന് അങ്ങ് അടയുകയാണ്. അപ്പോഴേക്കും മറ്റൊരു ബുക്ക് കൂടി വന്ന് വീഴുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ അവനോട് പറയും, ഒലിവർ നിനക്ക് ഞാൻ ബുക്ക് വായിച്ചു തരാം, പക്ഷേ ഇനി ഒരിക്കലും നിന്റെ സഹോദരിയെ നീ ഉപദ്രവിക്കരുത്, സത്യം ചെയ്ത് തന്നാലേ ഞാൻ വായിച്ചു തരാമെന്ന് പറയുമ്പോൾ ഓക്കെ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് നേരം തന്നെ അവൾ അവിടെ ഇരുന്ന് കഥയെല്ലാം പറഞ്ഞു കൊടുത്ത് ഇപ്പം അത് കഴിഞ്ഞ് ഡോറും തുറന്ന് അവൾ വെളിയിലേക്ക് വരുന്നു. എന്നിട്ട് നമ്മുടെ മൈക്കിളിനെ അവൾ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് ചോദിക്കും, അല്ല എപ്പോഴാണ് വരാൻ പോകുന്നത് ചോദിക്കുമ്പോൾ അവൻ പറയും, ഇന്ന് കുറച്ച് ലേറ്റ് ആവും, അതുകൊണ്ട് നീ നേരത്തെ തന്നെ കിടന്നു, അല്ല ഫുഡ് എന്തെങ്കിലും റെഡിയാക്കി വെക്കണോ, ഇല്ല വേണ്ട ഞാൻ വെളിയിൽ നിന്ന് കഴിച്ചോളാം, നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഇവർ ഫോൺ കട്ട് ചെയ്ത് ഇപ്പോൾ ഹീറോയിൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒലിവറിന്റെ റൂമിൽ ആ ഒരു ഡോർ ഉണ്ടല്ലോ അത് അടഞ്ഞു കിടക്കുമായിരുന്നു, അത് വീണ്ടും തുറക്കുന്നുണ്ട്. അങ്ങനെ മറിയ വീണ്ടും ലൂസിയോടൊപ്പം വന്ന് കിടക്കാണ്. അങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കാണ് താഴെ പിയാനോ വായിക്കുന്ന ആ ഒരു ശബ്ദം, അത് ഒലിവർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നേരെ താഴേക്ക് വന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ ആ ഒരു പാവയുണ്ടല്ലോ അവന് കളിക്കുന്ന ആ പാവ വലിച്ചു കീറിയിട്ടേക്കുന്നു. അപ്പോൾ എന്തായാലും ഒലിവർ നല്ല ദേഷ്യത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോഴിങ്ങനെ വീടിന്റെ വെളിയിൽ എന്തോ ഒരു ശബ്ദം കേട്ട് അവൾ വന്ന് ഡോർ തുറന്ന് നോക്കുമ്പോൾ ഒരു അഘോരി ആ മഴയത്ത് വന്ന് നിൽക്കുന്നു. അപ്പോൾ ആദ്യം നമ്മുടെ ഹീറോയിൻ ഒരുപാട് നേരം അയാളെ നോക്കിയിട്ട് ഇവിടെ നിന്ന് പോകുന്നോ ഇല്ലയോ, അതോ ഞാൻ പോലീസിനെ വിളിക്കണോ എന്നെല്ലാം ചോദിക്കുമ്പോൾ പക്ഷെ ആ അഘോരി ഒരിക്കലും പേടിക്കുന്നില്ല.
അയാൾ അങ്ങനെ കൈയെടുത്ത് പുറകിലേക്ക് കാണിക്കുമ്പോൾ ഇതുപോലൊരു രൂപം അങ്ങനെ വന്ന് നിൽക്കുന്നതും ഹീറോയെ പേടിച്ച് താഴെ വീഴുമ്പോൾ അവളുടെ പിറകെ തന്നെ അത് ഫോളോ ചെയ്ത് വരുന്നുണ്ട്. സത്യം പറയല്ലോ, ഇത് ഞാൻ വെറുതെ പറയല്ല. ഈ മൂവി റെക്കോർഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഫോൺ കോളൊക്കെ വരും. പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോകുന്ന അവസ്ഥയായിപ്പോയി. ഇതിപ്പോൾ 2-3 തവണയായി ഈ മെസ്സേജ് വന്നിട്ടും എല്ലാം ഞാൻ ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്നു. ഇപ്പം ആ രൂപത്തെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും 2 കൈ കൊണ്ട് മുന്നിലേക്ക് വരുന്നതും അതിൻ്റെ മുഖം മറച്ചു വെച്ചേക്കാണ്. മൊത്തം 4 കൈകളുള്ളതുപോലെ. അങ്ങനെ അവസാനം ആ ഒരു രൂപം അവിടെ നിന്ന് മാറിപ്പോകുന്നതും ഹീറോയും പേടിച്ച് വീടിനകത്തേക്ക് വരുമ്പോൾ ആ ജോലിക്കാരി നല്ല ദേഷ്യത്തിൽ ഹീറോയിന്റെ മുന്നിലേക്ക് വന്നിട്ട് എന്ത് കാര്യമാണ് നിങ്ങൾ ചെയ്തതെന്നറിയോ? മരിച്ചുപോയ നിങ്ങളുടെ മകനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചോ? അതുമല്ല, മരിക്കുന്നതിന് മുന്നേ അവരെങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ തിരിച്ചു വരുമെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? ഒരിക്കലും അങ്ങനെയല്ല. അതുമല്ല, ഇനി എന്താണ് സംഭവിക്കുന്നത് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. ഹിന്ദുക്കളായ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, മരിച്ചുപോയ ഒരാള് പുനർജന്മം എടുത്ത് വേറെ ഏതെങ്കിലും ഒരു കുട്ടിയായിട്ടോ വേറെ എന്തെങ്കിലും ഒന്നായിട്ട്, പക്ഷെ അങ്ങനെ ഒരു പുനർജന്മം നിന്റെ കുട്ടിക്ക് ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം അവൻ ഈ ലോകത്തേക്ക് തന്നെ തിരിച്ചു വന്നേക്കാണ്. അല്ല, നീ വിചിത്രമായിട്ട് എന്തെങ്കിലും രൂപത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ആ ജോലിക്കാരിക്ക് മനസ്സിലായി, നീ കണ്ടത് എന്താണെന്നറിയോ? മൃത്യുവിനെ, മരണത്തിന് ശേഷമുള്ള ആ ലോകത്തിന്റെ കാവൽക്കാരി. മരിച്ചുപോയിട്ട് ആത്മാവായിട്ട് തിരിച്ചു വന്ന നിന്റെ മകനെ തിരികെ ആ ലോകത്തേക്ക് കൊണ്ടുപോകാനായിട്ടാണ് അത് വന്നിരിക്കുന്നത്. അതിനെ തടയാൻ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാത്തിനെയും അത് കൊല്ലും. അതുകൊണ്ട് നീ മനസ്സിലാക്കണം, ഇവിടെയുള്ളത് ഒരിക്കലും നിന്റെ യഥാർത്ഥ മകനല്ല, ഒരാത്മാവാണ്. അതുകൊണ്ട് അവന്റെ സാന്നിധ്യം ഇവിടെ ഇല്ലാതാക്കാൻ വേണ്ടി അവന് സ്വന്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇല്ലാതാക്കണം, ഫോട്ടോ ഉൾപ്പെടെ. കാരണം അതെല്ലാം ഇവിടെ ഉള്ളതുകൊണ്ടാണ് അവൻ ഒരിക്കലും ഈ സ്ഥലത്ത് നിന്ന് പോകാത്തത്. നീ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവൻ ഒരിക്കലും ഇവിടെ നിന്ന് പോകത്തില്ല. നിനക്ക് ആഗ്രഹമില്ലേ നിന്റെ മകന്റെ ആത്മാവ് നല്ലതുപോലെ ഇവിടെ നിന്ന് പോകണമെന്നുള്ളത്? അതുകൊണ്ട് നല്ലതുപോലെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഇതിനൊന്നും മറുപടി പറയാതെ ഹീറോയി പെട്ടെന്ന് മുകളിലേക്ക് ഓടിക്കയറുകയാണ്. അപ്പോൾ ആ ഒരു ജോലിക്കാരി പറയുന്നുണ്ട്, ആ അമ്പലത്തിനെ കുറിച്ച് ഒരിക്കലും നിന്നോട് പറയരുതായിരുന്നു, പക്ഷെ ഇപ്പൊ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നാണ് കാണുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ നേരെ മുകളിലേക്ക് ലൂസിയുടെ റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ അവൾ കണ്ണു മൂടിയിരുന്ന് കരയാണ്. ഹീറോയിൻ അടുത്തേക്ക് വന്ന് മോളെ എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പുറകിൽ നിന്ന് ലൂസി വന്നിട്ട് എന്താ അമ്മ വിളിച്ചത് ഇങ്ങനെ ചോദിക്കുന്നതും, അപ്പൊ ഇവിടെ നിന്ന് കരഞ്ഞതാരി എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അതാ ഒരു പ്രേതമായിരുന്നു. അത് ഒലിവറിന്റെ വായ അങ്ങനെ വലിച്ചു തോർക്കുന്നതും അത്രയും വലിയൊരു വായ. അത് കണ്ടവള് പേടിച്ച് താഴേക്ക് വീഴുമ്പോൾ പെട്ടെന്ന് ആ രൂപത്തെ അവിടെ കാണുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഇവര് 3 പേരും ഇപ്പോൾ വെളിയിൽ പോയിട്ട് ആഹാരമെല്ലാം കഴിക്കുകയാണ്. അപ്പോൾ ലൂസിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഹീറോയോട് പറയുന്നുണ്ട്. ഇതുപോലെ അവൾ മറ്റുള്ളവരോട് നല്ലോണം പെരുമാറിയാൽ മാത്രമേ അവൾക്കും അത് നല്ലതായിട്ടിരിക്കത്തുള്ളൂ എന്നുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഇവർ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും പാറ്റുണ്ടല്ലോ, ഇതെല്ലാം വെളിയിലേക്ക് വരുന്നത് പോലെ അത് ഹീറോയിന് മാത്രമേ തോന്നുള്ളൂ. അതുപോലെ ഇതെല്ലാം കണ്ട് അവൾ പേടിച്ച് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ലൂസിനെ അവിടെ കാണുന്നില്ല. അങ്ങനെ ലൂസിയെ എവിടെയും കാണാത്തത് കൊണ്ട് തന്നെ അവളിപ്പോൾ ആ കടയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിയിട്ട് എല്ലാ സ്ഥലവും ഇങ്ങനെ നോക്കുകയാണ്. അവൾ പലയിടങ്ങളിലൂടെ ഓടിപ്പോകുന്നത് പോലെയെല്ലാം ഇടയ്ക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫോളോ ചെയ്ത് ഈ തെരുവുകളിലൂടെയെല്ലാം ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് അവളുടെ മുന്നിൽ ആ മൃത്യുണ്ടല്ലോ അതിങ്ങനെ വന്ന് നിൽക്കുന്നു. എന്നിട്ട് അങ്ങനെ ഹീറോയിനെ പേടിപ്പിക്കുന്ന രീതിയിൽ ഈ കൈകൾ കൊണ്ട് പതിയെ പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു വരുന്നതും പെട്ടെന്നാണ് കാണിക്കുമ്പോൾ മൈക്കിൾ പുറകിലുണ്ട്. അവന്റെ കയ്യിലാണെങ്കിൽ ലൂസിയുണ്ട്. എന്നിട്ട് ഹീറോയിനെ വിളിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഈ മൃത്യുണ്ടല്ലോ അത് അവളുടെ മുഖത്തിനടുത്തേക്ക് വരുന്നതും പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെല്ലാം അവൾക്ക് തോന്നിയതാണ്. അപ്പോഴാണ് മൈക്കിൾ പറയുന്നത്, ലൂസി കടയുടെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു, നിന്നെ വിളിക്കാന്ന് വെച്ചപ്പോൾ നീ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി ഇവിടെ പോയേ എന്നെല്ലാം പറഞ്ഞിട്ട് അവളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവിടെ വീട്ടിൽ കാണിക്കുന്ന സമയത്താണ് ആ ജോലിക്കാരി ഉണ്ടല്ലോ അവർക്കറിയാം ഒലിവറിന്റെ ആത്മാവ് എന്തായാലും വീടിനകത്തുണ്ട്, അത് വലിയ ദോഷമാണെന്ന്. അതുകൊണ്ട് തന്നെ അവര് ഒലിവറിന് വേണ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ഫോട്ടോ, ബുക്ക്, പാവാള്, അവന്റെ ഡ്രസ്സ് ഇതെല്ലാം ഒരു കവറിലാക്കി അത് വാരിക്കെട്ടി വെളിയിലേക്ക് കൊണ്ടുപോയി കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് റൂമിനകത്ത് എന്തോ ഉള്ളതുപോലെ. അപ്പൊ തന്നെ ജോലിക്കാരി പറയുന്നുണ്ട്, നീ ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം, അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഈ കെട്ടിവെച്ച സാധനങ്ങളുണ്ടല്ലോ അതെല്ലാം നേരെ താഴേക്ക് കൊണ്ടുവന്ന് വെക്കുമ്പോഴത്തേക്കും അവിടെ ആൾറെഡി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒലിവറിന്റെ കാര്യങ്ങൾ തന്നെയാണ്. എന്നിട്ട് വീടിനകത്തേക്ക് കയറി വരുമ്പോൾ ആ നായ നിർത്താതെ കുരയ്ക്കുന്നു. അതേപോലെ തന്നെ അവൾ ആ പഴയ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഒരു റൂമുണ്ടല്ലോ അതിനകത്തേക്ക് കയറി ചെല്ലുമ്പോഴും ഇവളെ വെളിയിൽ ഇറങ്ങാൻ സമ്മതിക്കാതെ ഡോറെല്ലാം അടയ്ക്കുന്നുണ്ട്, അവളെ കൈ പിടിച്ച് വലിക്കുന്നത് പോലെ. അങ്ങനെ ഒരു വിധത്തിൽ ആ ഡോർ എങ്ങനെയും തുറന്നു. അപ്പോൾ ഒരു വലിയ തീപ്പെട്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ഈ സാധനങ്ങളിലെല്ലാം പെട്രോളെല്ലാം ഒഴിച്ചിട്ട് അത് കത്തിക്കാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഈ വീടിന് വെളിയിൽ ഒരു ചെറിയ കുളമുണ്ടല്ലോ അതിനകത്ത് നിന്നും മരിച്ചുപോയ ഈ ജോലിക്കാരുടെ മകള് അങ്ങനെ പുറകിൽ വന്ന് ഇവളെ ഇങ്ങനെ വിളിക്കുകയാണ്. പെട്ടെന്ന് അവർ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അവിടെ ആരെയും കാണുന്നില്ല. അപ്പോൾ സത്യത്തിൽ അത് തന്റെ മകളുടെ ശബ്ദം തന്നെയാണ്. പക്ഷെ അങ്ങനെ ശബ്ദം ഉണ്ടാക്കി വിളിക്കുന്നത് ഒലിവറിന്റെ പ്രേതവും. അങ്ങനെ ജോലിക്കാരി ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി ആ ഒരു കുളത്തിനടുത്തേക്ക് വന്നിട്ട് അതിനകത്ത് തന്റെ മകളുടെ റിബൺ കിടപ്പുണ്ട്, അതെടുക്കാനായിട്ട് കൈ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വെളിയിൽ പോയ നമ്മുടെ ഹീറോയിൻ തിരിച്ചു വരുന്നതാണ്. അതുപോലെ ലൂസി ഒലിവറിന്റെ ബുക്ക് വെളിയിൽ കിടക്കുന്ന കണ്ടിട്ട് ഓടി വന്ന് അതെടുത്ത് ഇങ്ങനെ വെക്കും. ഇവർ വന്ന് നോക്കുമ്പോൾ സാധനങ്ങളെല്ലാം ഇവിടെ കെട്ടിവെച്ചേക്കുന്നു, അത് കത്തിച്ചിട്ടില്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നേ എന്ന് നമ്മുടെ മൈക്കിൾ ചോദിക്കുമ്പോൾ ഹീറോയിൻ നടന്ന ആ ഒരു കുളത്തിനടുത്തേക്ക് ചെന്ന് എന്തോ ഒരു കാര്യം കൊണ്ട് ഞെട്ടി താഴേക്ക് വന്ന് വീഴുന്നു.
അങ്ങനെ ഓടി വന്ന് നമ്മുടെ ലൂസി എടുത്ത് അകത്തേക്ക് കൊണ്ട് പോകുമ്പോഴത്തേക്കാണ് മൈക്കിൾ വന്ന് നോക്കുമ്പോൾ ജോലിക്കാരി ആ കുളത്തിനകത്ത് മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അപ്പൊ എന്തായാലും അവളെ കൊന്നത് ഒലിവർ തന്നെയാണ്. അത് കഴിഞ്ഞ് ഈ ഹിന്ദു ആചാരപ്രകാരമുള്ള എല്ലാ ചടങ്ങുകളും അവർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വീട്ടിൽ കാണിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മുടെ ലൂസിക്ക് മറിയ ഇങ്ങനെ ബുക്ക് വായിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവളെ ഉറക്കാനായിട്ട് കൊണ്ടുകിടത്തുമ്പോഴത്തേക്ക് ലൂസി ചോദിക്കുന്നുണ്ട്, ഒലിവറാണോ ജോലിക്കാരിയെ കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും പറയും, ഇല്ല ഒരിക്കലും ഇല്ല, അതെന്തെങ്കിലും ഒരു അപകടമായിരിക്കും, നിന്റെ ചേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൂസിയെ ഉറക്കാനായിട്ട് കിടത്തുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് അവരുടെ നായനെ കൂടെ കിടത്തിക്കോട്ടെ എന്ന്. അപ്പോൾ അവൾ പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ലൂസി മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്, അല്ലമ്മ മരിച്ചുപോയവരെല്ലാം സ്വർഗത്തിലേക്ക് പോകുന്നല്ലേ പറഞ്ഞ്, പിന്നെ എന്തുകൊണ്ടാണ് ചേട്ടൻ മാത്രം പോവാത്തെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിന് മറുപടി ഹീറോയിൻ അപ്പോൾ പറയാതെ രാവിലെ പറഞ്ഞുതരാമെന്നും പറഞ്ഞ് ഹീറോയിൻ ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മുടെ ജോലിക്കാരി വെളിയിലേക്ക് കൊണ്ടുവച്ച സാധനങ്ങളുണ്ടല്ലോ അതെല്ലാം കത്തിക്കാന്ന് പറഞ്ഞിട്ട് ആ ഒരു ജംഗിൾ ബുക്ക് എന്ന് പറഞ്ഞ ബുക്കുണ്ട്, ഇതുൾപ്പെടെ എല്ലാം തീയിട്ടങ്ങ് കത്തിക്കാണ്. അങ്ങനെ ഈ ഒരു തീ ഇവിടെ കത്തുമ്പോഴത്തേക്കും ഒരു പിച്ചക്കാരൻ പിച്ച ചോദിക്കുന്നത് പോലെ, പക്ഷേ നമുക്ക് കാണുമ്പോഴത്തേക്കും അത് അത്രയും പേടിക്കുന്നത് പോലെയാണ്. മൈക്കിളും സത്യത്തിൽ ആ ഒരു സമയത്ത് ചെറിയ രീതിയിൽ പേടിക്കുന്നുണ്ട്. ഇവിടെ കാണിക്കുമ്പോൾ ഹീറോയിനെ ഈ ഒരു തീയെല്ലാം കത്തിക്കല്ലോ, അതിന് പുറകിലായിട്ട് മൃത്യു എന്ന് പറഞ്ഞിട്ട് ആ രൂപം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇത് ഹീറോയിൻ കാണുന്നില്ല. അതേസമയമാണ് നമ്മുടെ ലൂസി കരയുന്ന ശബ്ദം കേട്ട് ഹീറോയിൻ പെട്ടെന്ന് റൂമിനകത്തേക്ക് ഓടിച്ചെല്ലും. അകത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ലൂസി അവിടെ കാണുന്നില്ല. അതേപോലെ തന്നെ നായ അവിടെ നിന്ന് ഇങ്ങനെ കുരയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒലിവറിന്റെ മുറിയിൽ കാണുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടി ഒലിവറിന്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെയും അവളെ കാണുന്നില്ല. അങ്ങനെ വീടിനകത്തെല്ലാം നോക്കിയ അവസാനം വീടിന് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴത്തേക്കാണ് വെളിയിൽ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓടി താഴേക്ക് വന്ന് അവളെ കെട്ടിപ്പിടിച്ചിട്ട് മോളെ ഇവിടെ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ എല്ലമ്മ വെറുതെ വന്നതാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ അവനും ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ലൂസി ഓടി വന്നിട്ട് ഹീറോ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്കും ഹീറോ ചോദിക്കും, അല്ല നിങ്ങൾ രണ്ടുപേരും വെളിയിൽ എന്താ ചെയ്തത് ചോദിക്കുമ്പോൾ ഹീറോയും പറയും, ഇല്ല ലൂസി ഉറക്കത്തിൽ നടക്കുന്നത് പോലെ അങ്ങനെ എനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പോൾ ലൂസി നമ്മുടെ ഹീറോയോട് പറയും, അച്ഛനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത്. ഇത്രയും നാൾ ഒരേ വീട്ടിൽ കഴിഞ്ഞ് ലൂസി തൻ്റെ അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു തെറ്റുണ്ട്. അങ്ങനെ അവൻ നോക്കി നിൽക്കുമ്പോഴത്തേക്കാണ് വെളിയിൽ എന്തോ ഒരു കത്തുന്നത് പോലെ ഓടി അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഒലിവറിന്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കത്തിക്കാണല്ലോ, അതിൽ അവന്റെ ഫോട്ടോ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് ആ പേപ്പറെല്ലാം തള്ളി മാറ്റുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. എന്നിട്ട് ഹീറോയിനോട് ചോദിക്കും, നീ എന്തിനാ ഇതെല്ലാം ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ സത്യം പറയുന്നത്, ഇതുപോലെ നമ്മുടെ മകൻ തിരിച്ചു വന്നു, അവന്റെ ആത്മാവ് അവനാണ് ജോലിക്കാരിയെ കൊന്നത് എന്നുള്ള കാര്യമെല്ലാം പറയുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴവൾ പറയുന്നുണ്ട് അവന്റെ കാര്യങ്ങളെല്ലാം അവൾ കത്തിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് അവളെ കൊന്നത്, അതേപോലെ തന്നെ പഴയതുപോലെയല്ല നമ്മുടെ മകൻ ഒരുപാട് മാറിയിട്ടുണ്ടെന്നെല്ലാം പറയുമ്പോൾ ഇതിലെ ഭ്രാന്ത് പറയുന്നത് പോലെയാണ് അവന് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹീറോ വിശ്വസിക്കാത്തത് കൊണ്ട് ഹീറോയിൻ പറയും, ശരി നിങ്ങൾക്ക് വിശ്വസിച്ചാൽ മതിയല്ലോ, ലൂസിക്ക് അറിയാം, അവൾ ഇതെല്ലാം കണ്ടിട്ടുണ്ട്, അവളോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ലൂസിയോട് പറയും, ലൂസി നീ കണ്ടതല്ലേ പിയാനോ വായിച്ചത്, നിന്റെ ചേട്ടൻ ഈ വീടിനകത്ത് വന്നത്, ഇതെല്ലാം നീ കണ്ടതല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവിടെയാണ് ഒരു ഒന്നൊന്നര ട്വിസ്റ്റ്. ലൂസി ഇപ്പോൾ അവളെ നോക്കിയിട്ട് പറയും, എന്താ അമ്മ ഈ പറയുന്നേ, അമ്മ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ചേട്ടൻ മരിച്ചുപോയില്ലേ പിന്നെ എങ്ങനെ ഇവിടെ വരുന്നേ എന്നുള്ള രീതിയിൽ പറയുന്നതും ഇപ്പോൾ ഹീറോ എന്താ വിചാരിക്കുന്നേ, ഹീറോയിന് വീണ്ടും പഴയതുപോലെ തന്നെ തൻ്റെ മകനെ ആലോചിച്ച ആ ഒരു ഭ്രാന്ത് പോലെ അതുപോലെ വന്നിട്ടുണ്ടാവും എന്നുള്ള രീതിയാണ്. അങ്ങനെ വീണ്ടും അവള് സത്യം പറയും എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഹീറോ പെട്ടെന്ന് ലൂസിയെ പൊക്കിയെടുത്തിട്ട് ഒന്ന് നിർത്താവൂ എന്നും പറഞ്ഞ് അവളെ മുകളിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒലിവറിന്റെ ഫോട്ടോ എല്ലാം കത്തി നശിക്കുന്നുണ്ട്. അങ്ങനെ റൂമിനകത്തേക്ക് ലൂസിയെ കൊണ്ട് കിടത്തുമ്പോൾ അപ്പോഴും ഹീറോയും പറയുന്നുണ്ട്, മോളെ സത്യം പറയും നീ കണ്ടതല്ലേ ഇതെല്ലാം എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, അതെ കുറച്ചു നേരം ഒന്നും മിണ്ടായിരിക്കാൻ കഴിയും എന്ന് പറയുന്നതും ഇവിടെയാണ് നമ്മുടെ ലൂസി എഴുന്നേറ്റിരുന്ന് ഹീറോയിനെ നോക്കി ചിരിക്കുമ്പോൾ ആ യഥാർത്ഥ ടെസ്റ്റ് മനസ്സിലാവുന്നത് വേറെ ഒന്നല്ല, ഒലിവറിന്റെ പ്രേതം ഇപ്പോൾ ലൂസിയുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ട്. എന്നിട്ട് കളിയാക്കി ചിരിക്കും. ഇപ്പോൾ ഹീറോ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഒന്നും അറിയാത്തതുപോലെ സാധാരണ രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഈ സത്യം എന്തായാലും ഹീറോയിനെ മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. എന്നിട്ട് ലൂസിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും വീണ്ടും ഒലിവറിന്റെ പ്രേതം വന്നിട്ട് പറയുന്നുണ്ട്, ഇനി നമ്മളെല്ലാവരും ഒരുമിച്ചാണ് കഴിയാൻ പോകുന്നതെന്ന് പറയുന്നതും ഹീറോയിൻ അങ്ങനെ ലൂസിയുടെ തല പിടിച്ചിങ്ങനെ വലിക്കും. അപ്പോഴാണ് ഒലിവർ ലൂസിയെ പോലെ അമ്മ വേദനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടിങ് ഇങ്ങനെ കാണിക്കുന്നതും ഹീറോ ഓടി വന്ന് ഹീറോയെ തള്ളി അങ്ങ് മാറ്റും. എന്നിട്ട് നമ്മുടെ ലൂസിയെ ഹീറോ എടുത്തിട്ട് പറയും, ലൂസി എന്തായാലും എന്നോടൊപ്പം കിടന്ന് ഉറങ്ങാൻ പോവാണ്, നീ ഇവിടെ തന്നെ കിടക്കുന്നെന്നും പറഞ്ഞ് ഹീറോയിനെ ആ മുറിക്കകത്ത് വെച്ച് പൂട്ടി ലൂസിയെ ഹീറോ എടുത്തുകൊണ്ട് പോവാണ്. ഇപ്പോൾ ഹീറോ റൂമിനകത്തല്ല പോകാൻ പോകുന്നത്, വെളിയിൽ പോകാൻ പോകുന്നുള്ള രീതിയിൽ ഈ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് ഡോർ തുറക്കുമ്പോഴത്തേക്കും വീടിന് ചുറ്റും ഒരുപാട് അഘോരികൾ അങ്ങനെ നിന്നിട്ട് ഈ കുട്ടിയെ തന്നെ കൈചൂടി ഇങ്ങനെ കാണിക്കുകയാണ്. ഇത് കണ്ട ഹീറോ പെട്ടെന്ന് ഡോർ അടച്ച് വീണ്ടും അകത്തേക്ക് തന്നെ പോയിട്ട് അതുകൊണ്ട് തന്നെ ലൂസിയെ ഒരിടത്തേക്ക് നിർത്തിയിട്ട് ഹീറോ ഇപ്പൊ ആരെയെ വിളിക്കുകയാണ്, ഈ അഘോരികൾ ഉള്ളത് കൊണ്ട് പോലീസിനെയാണ് വിളിക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ പോലീസിനെ വിളിക്കുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു നായ ഉണ്ടല്ലോ അത് ലൂസിയെ നോക്കി അങ്ങനെ നിന്ന് കുരയ്ക്കുകയാണ്. കാരണം അവളുടെ ഉള്ളിൽ പ്രേതമാണെന്ന് അറിയാലോ. അപ്പോഴേക്കാണ് കാണിക്കുമ്പോൾ ലൂസി ഇപ്പോൾ ഒരു കത്തി കയ്യിലെടുത്തു. കുറച്ചു നേരം ഹീറോ അവിടെ നിന്ന് സംസാരിക്കുന്നത് നായയുടെ ശബ്ദം കേൾക്കുന്നില്ല. അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ അതിനെ കൊത്തി കൊന്നിട്ട് നിൽക്കുന്നു.
എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ പാവത്തെ പോലെ കുറെ നേരമായിട്ട് എന്നെ നോക്കി ഇങ്ങനെ കുരച്ചോണ്ട് നിൽക്കാണച്ചാ. അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. ആ നായ വെറുതെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുപോലെ അച്ഛനൊരിക്കലും ചെയ്യില്ലല്ലോ എന്നാ കത്തി വെച്ച് ഇങ്ങനെ ചോദിക്കുന്നതും. അതെ എന്നിങ്ങനെ പറയുന്നതിന് മുന്നേ തന്നെ കത്തിയെടുത്ത് വയറിലേക്ക് ഒരു ഒറ്റ കുത്ത്. എന്നിട്ട് പറയും, ഇനി ഞങ്ങളുടെ ഇടയിൽ ആരും ഉണ്ടാവരുത്, ഇനി ഞാനും അമ്മയും മാത്രം എന്ന് പറയുമ്പോഴത്തേക്ക് ഹീറോ പെടുന്ന താഴെയുടെ രക്തം താഴേക്ക് വീഴുമ്പോൾ അപ്പോഴും ഒലിവറിന്റെ പ്രേതം പറയുന്നുണ്ട്, ഏയ് ഇതെല്ലാം അഴുക്കാക്കണോ, അമ്മ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും വഴക്ക് പറയും എന്നെല്ലാം പറയുമ്പോൾ ഹീറോ ചോദിക്കും, ലൂസി നീ എന്താ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് ഒലിവർ സത്യം പറയുന്നത്, ഞാൻ ഒരിക്കലും ലൂസി അല്ല, ഞാൻ ഒലിവർ ആണെന്ന് ഇങ്ങനെ പറയുന്നതും. ഇപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്കും സത്യങ്ങൾ ഏകദേശം മനസ്സിലാവുന്നത്. കാരണം എന്താണ്, അതുമല്ല അവളുടെ കണ്ണും കറുത്ത രീതിയിൽ മാറുന്നതുകൊണ്ടാണ് ഹീറോയ്ക്ക് ഇപ്പോൾ നല്ലതുപോലെ തന്നെ മനസ്സിലായത്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ എങ്ങനെ ആ റൂമിൽ നിന്ന് വീട്ടിലേക്ക് വന്നു കാണിക്കുമ്പോൾ വീടിന്റെ അകത്തെ ജനാല അതേപോലെ തന്നെ മെയിൻ ഡോർ ഇതെല്ലാം തുറന്നിറക്കുന്നുണ്ട്. ഹീറോയിൻ ഇപ്പോൾ ഹീറോയെ അന്വേഷിക്കുന്ന നടക്കുമ്പോഴത്തേക്കും ഒരാഗോരി ഇവരാരും കാണാതെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ലൂസി കരയുന്ന ആ ഒരു ശബ്ദം മുകളിലത്തെ റൂമിൽ നിന്ന് കേൾക്കുന്നത്. ഹീറോയിൻ ഓടി ആ റൂമിനകത്തേക്ക് ചെല്ലുമ്പോൾ അവളുടെ ചുറ്റിനുമായിട്ടും 4 അഗോരികള് തീയെല്ലാം കത്തിച്ച് വിളക്കെല്ലാം കത്തിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. വേറെ ഒന്നല്ല, അവളുടെ ഉള്ളിലെ ഒലിവറിനെ പുറത്താക്കാൻ വേണ്ടി. അങ്ങനെ ഇത് തടയാനായിട്ട് ഓടി വന്ന ഹീറോയിൻ ഉണ്ടല്ലോ, അവളുടെ മുഖത്തേക്ക് ഒരു ഭസ്മയിനെ ഊതി വിട്ട് അവളുടെ ബോധം പോയി താഴെ വീഴുന്നത് അവളെ ഒരാളിങ്ങനെ പിടിച്ചേക്കാണ്. ഇപ്പൊ ബാക്കിയുള്ള അഗോരികള് ലൂസി അങ്ങനെ പിടിച്ചു കിടത്തിയിട്ട് ലൂസിയുടെ കൈയും കാലും ഇങ്ങനെ പിടിച്ചു വെച്ച് ഒരു വാളും എടുത്ത് ഇങ്ങനെ നിൽക്കുന്നു. ഇവിടെ വീടിന് താഴെ കാണിക്കുമ്പോൾ മൃത്യുണ്ടല്ലോ, അത് പതിയെ ഈ മുകളിലേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട്. കാരണം ഒലിവറിന്റെ ആത്മാവിനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി. അങ്ങനെ അതിലൊരു അഗോരി ഇപ്പോ ലൂസിനെ തന്നെ കൊല്ലാൻ വേണ്ടി ആ ഒരു വാളെടുത്ത് ഇങ്ങനെ വീശുമ്പോഴത്തേക്കും പുറകിലൂടെ വന്ന് നമ്മുടെ മൈക്കിൾ വന്ന് അതിലങ്ങ് പിടിക്കുകയാണ്. ഇപ്പൊ ഈ അഗോരികൾ അതിനും സമ്മതിക്കുന്നില്ല, മൈക്കിളിനെ തന്നെ കൊല്ലാന്ന് അവർ തീരുമാനിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ ഇതുപോലെ ഒലിവറിനോട് പറയുന്നത്, ഒലിവർ നീ ഇപ്പൊ നിന്റെ സഹോദരിയുടെ ശരീരത്തിൽ നിന്ന് പോയില്ലാന്നുണ്ടെങ്കിൽ അവർ നിന്റെ സഹോദരിയെ കൊല്ലും, അച്ഛനെ അമ്മേനെയും കൊല്ലും, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞങ്ങളോടൊപ്പം ജീവിക്കാൻ കഴിയത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. കാരണം അവനെ എങ്ങനെയെങ്കിലും ഈ ശരീരത്തിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് നമ്മുടെ ഒലിവർ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ അമ്മ എന്നോടൊപ്പം വാ എന്ന് പറയുന്നതും ഹീറോയിൻ ഇപ്പോൾ വേറെ വഴിയില്ലാതുകൊണ്ട് ഹീറോയിൻ പറയും, ശരി ഞാൻ നിന്നോടൊപ്പം തന്നെ വരാം, നിന്റെ സഹോദരനെ അച്ഛനെയും അവരെ രണ്ടുപേരും വെറുതെ വിടണം എന്ന് പറയുന്നതും ഇപ്പോൾ ഒലിവർ അതിന് സമ്മതിച്ച് പെട്ടെന്ന് തന്നെ ലൂസിയുടെ ശരീരത്തിൽ നിന്നും ഒലിവർ പുറത്തേക്ക് ഇറങ്ങുന്നു. പകരം ഹീറോയിന്റെ ശരീരത്തിലേക്കാണ് ഒലിവർ കയറിയിട്ടുള്ളത്. എന്നിട്ട് കണ്ണെല്ലാം അങ്ങനെ മാറ്റി പെട്ടെന്ന് എഴുന്നേറ്റ് ഈ അഗോരികളോട് പറയും, അവളുടെ ശരീരത്തിലല്ല എന്റെ ശരീരത്തിലാണ് കയറിയത്, വേണമെങ്കിൽ എന്റെ ശരീരം എടുക്കാൻ പറയുന്നതും ഈ അഗോരികൾ കത്തിക്കൊണ്ട് ഹീറോയിന് ഒരു ഒറ്റ കുത്ത്. ഇത് കണ്ട ഹീറോ അലറി വിളിച്ച് കരയുന്നുണ്ട്, ഒരു കാര്യമില്ല. അവസാനം നമ്മുടെ ഹീറോയിൻ താഴേക്ക് വന്ന് വീഴുന്നതും. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ കണ്ണുറക്കുമ്പോഴത്തേക്കും മൊത്തവും വളരെ ശാന്തമായിട്ടിരിക്കുന്ന ഈ ഒരു വീട് ഒരനക്കവും ഇല്ല. കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആ മൃത്യുണ്ടല്ലോ അത് അവിടേക്ക് വന്നിങ്ങനെ നിൽക്കാണ്. എന്തിനാണെന്നല്ലേ, അതുപോലെ ഇത്രയും നേരം ആ മൃത്യുവിന്റെ മുഖം മൂടിയ അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്, പക്ഷെ ഇപ്പോഴാണ് അതിന്റെ യഥാർത്ഥ മുഖം നമുക്ക് കാണിച്ചു തരുന്നത്. എന്നിട്ട് അങ്ങനെ അതിന്റെ മുഖവും വായു എല്ലാം വലിച്ചു കീറുമ്പോഴത്തേക്കും അതിൽ നിന്നൊരു വെളിച്ച ഹീറോയിന്റെ മുഖത്തേക്ക് അടിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഹീറോയിൻ അതിൽ മരണപ്പെട്ടുപോയി. അവളുടെ ആത്മാവിനെ മൃത്യു അവിടെ നിന്ന് കൊണ്ടുപോയി. ഇപ്പൊ പ്രസന്റിൽ കാണിക്കുമ്പോൾ മരിച്ചുപോയ ഹീറോയിന്റെ ശരീരത്തിനടുത്തിരുന്ന് കരയുന്ന ലൂസിയാണ് കാണിക്കുന്നത്. ആ ഒരു സീൻ ഇത്തിരി ഇമോഷണൽ ആയിട്ടുള്ള സീനാണ്, കണ്ടു നിൽക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പോൾ കണ്ണു തുറക്കുമ്പോഴത്തേക്കും അവൾ ആ ഗ്രാമത്തിലെ പടിക്കെട്ടുണ്ടല്ലോ അവിടെയാണ് എഴുന്നേൽക്കുന്നത്. എന്തുകൊണ്ട് അവൾ ഇവിടെ എഴുന്നേൽക്കുന്നത്? അതേപോലെ തന്നെ ആ ഒരു അസ്ഥി അതും ആ ഒരു പടിക്കെട്ടിൽ കിടപ്പുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് കഥകിന്റെ പുറകില് നമ്മുടെ മൈക്കിളിൽ നിന്ന് സംസാരിക്കുന്നു, ഏയ് മറിയ ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാൻ കഴിയോ എന്നിങ്ങനെ ചോദിക്കുന്നതും ഹീറോയിൻ ചാടി എഴുന്നിട്ട് വീണ്ടും അതേ തെറ്റ് തന്നെ അവൻ ചെയ്യാൻ പോവാണ് എന്നുള്ള രീതിയിൽ ഹീറോയിൻ ഇവിടെ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ മൈക്കിൾ പറയുമില്ല, നിന്റെ മുഖം ഒരു തവണയെങ്കിലും അവസാനമായിട്ട് എനിക്ക് ഒന്നുകൂടി കാണണമെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും വേണ്ടാന്ന് ഹീറോയിൻ പറയുന്നുണ്ടെങ്കിലും മൈക്കിൾ അപ്പോഴും അതൊന്നും കേൾക്കാതെ, ഇല്ല എനിക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞ് ഈ കഥകിൽ ഇടിക്കുന്ന ശബ്ദം ഉണ്ടല്ലോ അതേപോലെ ശബ്ദവും കേൾക്കുന്നു. എന്തായാലും ആ ഒരു കഥക് തുറന്നിട്ട് ഇപ്പൊ ഒലിവറിന് സംഭവിച്ച അതേ കാര്യം ഹീറോയിന് സംഭവിക്കാൻ പോകുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുന്നത്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ലൊരു മൂവി തന്നെയായിരുന്നു. അതേ അഭിപ്രായം നിങ്ങൾക്കും ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്തേക്കുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.